I will be your Democratic nominee for the mayor of New York City. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം അഭിമാനകരമായ ഒരു വാർത്തയാണ് അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. പക്ഷെ ആ വാർത്ത അധികം ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ കേരളത്തിലെ ചില പത്രവാർത്താ മാധ്യമങ്ങളൊന്നും അത് കണ്ടുമട്ടേയില്ല. നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസംഘികളും ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം നിശബ്ദമായിരിക്കുകയാണ്. അതറിഞ്ഞിട്ടും, ആ വാർത്ത അറിഞ്ഞിട്ടും, നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായി മാറുന്ന ആ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത അറിഞ്ഞിട്ടും നമ്മുടെ കേരളത്തിലെ സംഘി ക്രിസംഘി വർഗീയവാദികളൊക്കെ നിശബ്ദമായിരിക്കുകയാണ്. കാരണം ആ ചരിത്രത്തിന് സാക്ഷിയാകാൻ പോകുന്നത് ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ. നോക്കൂ, അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ നഗരമാണ് ന്യൂയോർക്ക് നഗരം. ഒരുപാട് സെലിബ്രിറ്റികളുടെയും പ്രഗത്ഭരുടെയും ഒരുപാട് സമ്പന്നരുടെയും ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ താമസിക്കുന്ന ഒരു വലിയ നഗരമാണ് ന്യൂയോർക്ക് നഗരമെന്ന് പറയുന്നത്. ആ ന്യൂയോർക്ക് നഗരത്തിൽ വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള സുഹ്റാൻ മംദാനി എന്ന് പറയുന്ന മുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ്. ന്യൂയോർക്ക് സിറ്റി മേയർ പ്രൈമറി തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ സുഹ്റാൻ മംദാനിക്ക് അട്ടിമറി വിജയമായിരുന്നു. ഡെമോക്രാറ്റ് പ്രൈമറിയിൽ മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ ക്യോമോയെയാണ് മംദാനി പരാജയപ്പെടുത്തിയത്. ലോകശ്രദ്ധ ആകർഷിച്ച വലിയൊരു തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. നോക്കൂ, ആ ചെറുപ്പക്കാരൻ ഒരുപാട് പിന്തുണയുണ്ടായിരുന്നു. ആ ന്യൂയോർക്ക് നഗരത്തിലെ ഒരുപാട് യുവാക്കളുടെ പിന്തുണയുണ്ടായിരുന്നു. വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ US-ൽ ഇന്ത്യൻ വംശജനായ ആദ്യത്തെ മുസ്ലിം മേയറായിരിക്കും സുഹ്റാൻ മംദാനി. ലോകത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന, US-ന്റെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ആ ന്യൂയോർക്ക് സിറ്റി, നമുക്കറിയാം, അവിടെ തീവ്ര വലതും പരമ്പരാഗത ആശയങ്ങളും സൈനിസ്റ്റ് പക്ഷപാതവും തമ്മിൽ കടിച്ചു കീറുന്നതിനിടയിലാണ് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ, ഒരു സോഷ്യലിസ്റ്റ്, ഒരു ഫലസ്തീൻ അനുകൂലി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറി തെരഞ്ഞെടുപ്പിൽ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ പദവിയിലേക്ക് കടന്നുവരുന്നത്. ജൂതജന വിഭാഗവും ക്രിസ്ത്യൻ വോട്ടുകളും വൻകിട വ്യവസായികളുടെ സ്വാധീനവും ചേർന്ന ആ ന്യൂയോർക്കിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇന്ത്യൻ വംശജനായ 33-കാരനായ സുഹ്റാൻ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ പദവിയിലേക്ക് കുതിക്കുന്നത് ചരിത്രം തന്നെയാണ്. അത് സയനിസ്റ്റ് പക്ഷപാതിയും മുൻ സ്റ്റേറ്റ് ഗവർണറുമായ ആൻഡ്രൂ ക്യോമോയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളത് അത് ഇരട്ടി മധുരം നൽകും. 93% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ സുഹ്റാൻ മംദാനിക്ക് 43.5% വോട്ടുകൾ, ക്യോമോയ്ക്ക് 36% മാത്രം. അന്തിമ ഫലം വരാൻ ഇനി ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ നഗരത്തിന് ചരിത്രത്തിലാദ്യമായി ഒരു മുസ്ലിം മേയർ ഉണ്ടാകാൻ പോകുന്നു. നോക്കൂ, ആ ഒരു മേയർ പദവിയിലേക്ക് എത്താൻ പോകുന്ന ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം ആരാണ്, എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1991 ഉഗാണ്ടയിലെ കമ്പാലയിൽ പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനായ പ്രൊഫസർ മെഹ്മൂദ് മംദാനിയുടെയും സലാം ബോംബെ, മൺസൂൺ വെഡ്ഡിംഗ്, ദി നെയിംസേക്ക് തുടങ്ങിയ ഹിറ്റ് ചലച്ചിത്രങ്ങളുടെ സംവിധായികയും പത്മഭൂഷൺ ജേതാവുമായ മീര നയ്യരുടെയും മകനാണ് സുഹ്റാൻ. മനുഷ്യത്വപരമായ കാഴ്ചപ്പാടുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം ജനമനസ്സുകളിൽ ഇടം നേടിയിരിക്കുന്നു. സുഹ്റാൻ മംദാനി ന്യൂയോർക്കിലെ സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞ് പ്രവർത്തിച്ച ഒരു ജനകീയ നേതാവാണ്. അദ്ദേഹം നഗരത്തിലെ ഭവനരഹിതർക്ക് വേണ്ടി താങ്ങാനാവുന്ന ഭവന പദ്ധതികൾക്കായും സൗജന്യ ബസ് സർവീസിനായും പൊതുജനാരോഗ്യത്തിനായും കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ തുടങ്ങിയ ഒരുപാട് മനുഷ്യത്വപരമായ വിഷയങ്ങളിൽ അദ്ദേഹം ശക്തമായി നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജാതിമത ഭേദമന്യേ ന്യൂയോർക്കിലെ എല്ലാത്തരം ജനവിഭാഗങ്ങൾക്കിടയിലും കുറഞ്ഞ കാലങ്ങൾക്കിടയിൽ തന്നെ അദ്ദേഹത്തെ ഒരു മികവുറ്റ നേതാവായി അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നതിനും വാദിച്ചുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരാളാണ് സുഹ്റാൻ മംദാനി. തന്റെ റാപ്പുകളിലൂടെയും സാമൂഹിക വിഷയങ്ങളിലുള്ള ഇടപെടലുകളിലൂടെയും യുവജനങ്ങളെ ആകർഷിച്ച സുഹ്റാൻ ന്യൂയോർക്കിന്റെ വൈവിധ്യങ്ങളെ നെഞ്ചേറ്റുന്ന പുരോഗമനപരമായ ചിന്താഗതിയുള്ള ഒരു നേതാവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ എത്തുന്നത് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ പ്രചോദനം തന്നെയാണ്. അദ്ദേഹം മേയറാകാതിരിക്കാൻ വേണ്ടി പല കോണുകളിൽ നിന്നും പലതരം പ്രചരണങ്ങളും അപവാദങ്ങളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അതിനെല്ലാം മറികടന്നുകൊണ്ട് ആ ചരിത്ര നിമിഷം യാഥാർത്ഥ്യമാകുമ്പോൾ അത് സകല ഇസ്ലാമിക വിരുദ്ധർക്കുമുള്ള കനത്ത ശക്തമായ മറുപടി തന്നെയായിരിക്കും. നോക്കൂ, ആ ചെറുപ്പക്കാരന്റെ നിലപാടുകൾ വളരെയധികം വ്യക്തമായിരുന്നു. ആരെയും ഭയക്കാതെ നട്ടെല്ലോടുകൂടി ആ ചെറുപ്പക്കാരൻ തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നും ഫലസ്തീന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അത്. ഫലസ്തീന് വേണ്ടി അനുകൂലിച്ച് സംസാരിക്കുന്ന, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വളരെയധികം പരോക്ഷമായി കൊണ്ട് കനത്ത മറുപടി നൽകിയിരുന്ന ആ ചെറുപ്പക്കാരനാണ്
അമേരിക്കയിലെ ആ ഒരു ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകാൻ പോകുന്നത്. നരേന്ദ്രമോദിയെയും സുഹ്റാൻ മംദാനി വെറുതെ വിട്ടില്ല. നമുക്കറിയാം, ഗുജറാത്തിലെ വംശഹത്യ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മുസ്ലിം വംശഹത്യയായിരുന്നു ഗുജറാത്തിലെ വംശഹത്യ. സുഹ്റാൻ മംദാനിയുടെ പിതാവ് ഗുജറാത്തുകാരനായിരുന്നു. അദ്ദേഹം അവിടെ അനുഭവിച്ച പീഡനങ്ങൾ, പ്രയാസങ്ങളും അത് കൃത്യമായി അറിയാവുന്ന അദ്ദേഹം നരേന്ദ്രമോദിക്കെതിരെയും ശക്തമായി പ്രതികരിച്ചിരുന്നു. ഒരിക്കൽ ഒരു അഭിമുഖത്തിനിടയിൽ അദ്ദേഹത്തോടൊരു മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾ ന്യൂയോർക്കിന്റെ മേയറായാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഒരു വേദി പങ്കിടുന്നത് പരിഗണിക്കുമോ എന്നായിരുന്നു ആ ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: My father, his family comes from Gujarat in India, and his family is Muslim, I'm Muslim. And Narendra Modi helped to orchestrate what was a mass slaughter of Muslims in Gujarat, to the extent that we don't even believe there are Gujarati Muslims anymore. And when I tell someone that I am, it's a shock to them that is even the case. And this is someone who we should view in the same manner that we do Benjamin Netanyahu. This is a war criminal. ഇല്ല, എന്റെ പിതാവിന്റെ കുടുംബക്കാർ ഗുജറാത്തിൽ നിന്നുള്ളവരാണ്. ഞങ്ങൾ ഗുജറാത്തിൽ നിന്നുള്ള മുസ്ലിമീങ്ങളാണ്. അവിടെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു മുസ്ലിം കൂട്ടക്കൊല നടത്താൻ സഹായിച്ച ആളാണ് ഈ നരേന്ദ്രമോദി. അയാൾ നെതന്യാഹുവിനെ പോലെ ഒരു യുദ്ധക്കുറ്റവാളിയാണ്. 2002 ആ ഗുജറാത്ത് വംശഹത്യയെ പരാമർശിച്ചുകൊണ്ട് മോദിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടായിരുന്നു സുഹ്റാൻ മംദാനി അന്ന് ഉപമിച്ചത്. സുഹ്റാൻ മംദാനിയെക്കുറിച്ച് ട്രംപ് പോലും ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. അതിനാൽ തന്നെ മംദാനി 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ കൂടി അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. അവന്റെ രൂപം ഭയാനകമാണ്, ശബ്ദം ശല്യപ്പെടുത്തുന്നതാണ്, അവൻ അത്ര ബുദ്ധിമാനല്ല, മണ്ടന്മാരെല്ലാം അവനെ പിന്തുണയ്ക്കുന്നു എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചു. ജൂത ജനവിഭാഗം വലിയ അളവിൽ താമസിക്കുന്ന ഒരു നഗരമാണ് ന്യൂയോർക്ക് സിറ്റി. പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളും ജനസംഖ്യയുടെ 10% വരുന്ന ജൂത വോട്ടുകളും ആൻഡ്രൂ ക്യോമോയ്ക്ക് ലഭിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. US മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ മുതൽ വൻകിട വ്യവസായികൾ വരെ ക്യോമോയ്ക്ക് പിന്തുണ നൽകി. പക്ഷേ സുഹ്റാൻ മംദാനി തന്റെ പുരോഗമന ആശയങ്ങളിലൂടെയും ഗസയിലും ഇറാനിലും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരായ ശക്തമായ നിലപാടുകളിലൂടെയും പുതുതലമുറയുടെ ഹൃദയം അദ്ദേഹം കീഴടക്കി. ന്യൂയോർക്കിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുകയാണ്. സുഹ്റാൻ മംദാനിയുടെ ഈ വിജയം നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വിജയമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ച, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സംസാരിച്ച, ഫലസ്തീന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അമേരിക്കയുടെ ന്യൂയോർക്ക് സിറ്റിയുടെ ആ ഒരു മേയറാകാൻ പോകുമ്പോൾ സംഖ്യകൾക്ക് ഹാലിളകുകയാണ്, കുരുപൊട്ടുകയാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുസ്ലിമായ ജിഹാദി അവിടുത്തെ ഒരു മേയറാകാൻ പോകുന്നു. നോക്കിവിടെ ആരിഫ് ഹുസൈനെ പോലെയുള്ള കുറെ വിവരദോഷികളായ കുറെ യുക്തിവാദികൾ അവന്റെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി കുറെ പൊട്ടത്തരങ്ങൾ നിരന്തരം വിളിച്ചു പറയാറുണ്ട്. ഇസ്ലാം ഇല്ലാതാകാൻ പോകുന്നു, ഇസ്ലാം നശിക്കാൻ പോകുന്നു എന്നൊക്കെ. ഇസ്ലാം ഇല്ലാതാകാൻ പോകുന്നു, ഇസ്ലാം തകരാൻ പോകുന്നു, ഇസ്ലാം ഒരു തീവ്രവാദത്തിന്റെ മതമാണെന്ന് ലോകത്ത് വെറുതെ പച്ചനുണ പ്രചരിപ്പിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സകല ഇസ്ലാമിക വിരുദ്ധർക്കും കാസടക്കമുള്ള ക്രിസംഖ്യകൾക്കും സംഖ്യകൾക്കുമുള്ള കനത്ത ഒരു തിരിച്ചടിയാണ് ഈ വാർത്ത. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ എത്ര തന്നെ ഇല്ലാ കഥകൾ ഉണ്ടാക്കിയാലും, എത്ര തന്നെ ഇസ്ലാമിന്റെ പേരിൽ പച്ചനുണകൾ പ്രചരിപ്പിച്ചാലും ഇസ്ലാമിന് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. അത് പൂർവാധികം ശക്തിയോടുകൂടി ഈ ലോകത്ത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.